ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് നടക്കാൻ പോകുന്ന ഒരു എക്സാമിനേഷൻ, ഉടൻ നോട്ടിഫിക്കേഷൻ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു എക്സാമിനേഷനാണ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്പറേറ്റർ തസ്തികയിൽ കയറുന്ന ഒരു ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട ബെനിഫിറ്റുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ IT അടിസ്ഥാന യോഗ്യത ആയതുകൊണ്ട് തന്നെ ITക്കാർക്ക് കിട്ടാൻ സാധ്യതയുള്ള അലവൻസ്, ഒപ്പം തന്നെ പ്രൊമോഷൻ. എന്നാൽ ഈ ഒരു പോസ്റ്റിലേക്ക് ITക്ക് ഹയറായിട്ട് യോഗ്യതയുള്ള ഡിപ്ലോമ അല്ലെന്നുണ്ടെങ്കിൽ ഒപ്പം തന്നെ BTech യോഗ്യതയുള്ളവരും വന്നാൽ അവർക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ജോബിന്റെ പ്രൊഫൈലാണ്. ജോബിന്റെ പ്രൊഫൈൽ ആസ് യൂഷ്വൽ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ മെയിൻ്റനൻസ് വർക്കുകൾ, ഒപ്പം തന്നെ ടാങ്കിന്റെ മെഷർമെന്റ് നോക്കുക, വാട്ടർ അസസ്മെന്റ് നടത്തുക, പമ്പ് ചെയ്യുക. കേരള വാട്ടർ അതോറിറ്റിയുടെ കോറായിട്ടുള്ള എല്ലാ മേഖലകളിലും ഒരു ജോലി ചെയ്യുക, അത് ലേബറിനെ പോലെ തന്നെ ജോലി ചെയ്യുക, ഒപ്പം തന്നെ ബന്ധപ്പെട്ട അതോറിറ്റികളെ റിപ്പോർട്ട് ചെയ്യുക തുടങ്ങിയ ടെക്നിക്കൽ ആയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ജോലികളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ റോൾ ഒന്നും തന്നെ സൂപ്പർവൈസറി റോളല്ല, അതായത് റോളുകൾ ബേസ് ആയിട്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. KCBയുടെ സമാനമായിട്ടുള്ള രീതിയിൽ തന്നെ ഇവിടെ പല കാര്യങ്ങളും, അതായത് വാട്ടർ അതോറിറ്റിയുടെ ഉൾപ്പെടെയുള്ള എല്ലാ ജോലികളും ഇപ്പോൾ കരാറ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ കരാറ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾ നിയമിക്കപ്പെടുമ്പോൾ പിന്നീട് നിങ്ങൾ പലപ്പോഴും ഒരു സൂപ്പർവൈസറി റോളിലേക്ക് മാറും എന്നുള്ളതൊരു പരമാർത്ഥമാണ്. കാരണം ഇപ്പോൾ എല്ലാ ജോലികളും കരാറുകാരായിട്ടുള്ള ഏതെങ്കിലും കോൺട്രാക്ടർമാരെ ആയിരിക്കും ഏൽപ്പിക്കുന്നത്. അവർക്കൊപ്പം നിങ്ങൾ കൂടി എന്ത് ചെയ്യുക, ഒരു അസസ് ചെയ്യുന്ന ഒരു അതോറിറ്റി ആയിട്ട് നിൽക്കുക എന്നുള്ള രീതിയിലേക്ക് ഈ ജോലിയുടെ റെസ്പോൺസിബിലിറ്റി കുറയും എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ ഒരു പമ്പ് ഓപ്പറേറ്റർ എടുത്താൽ പോലും അവിടെ പോയി നിങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ 1-2 ദിവസം ചേർന്ന് വരുന്ന ഒരു സിംഗിൾ ഡ്യൂട്ടി ചെയ്തുകൊണ്ട് KSRTCക്ക് സമാനമായിട്ട് ഒരുമിച്ച് ഡ്യൂട്ടി എടുത്തുകൊണ്ട് ബാക്കി ദിവസങ്ങളിൽ ഓഫ് എടുക്കാനൊക്കെ പറ്റുന്ന പോലെയുള്ള അവസരങ്ങളും ഇവിടെ ലഭിക്കാറുണ്ട്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മറ്റ് ജോലികളിൽ നിന്ന് ഭിന്നമായിട്ട് റെസ്പോൺസിബിലിറ്റി ഭയങ്കര കുറവാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് അത്യാവശ്യം സംഘടനാ സംവിധാനങ്ങളൊക്കെ ഉള്ളൊരു സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ജോലി ചെയ്യാൻ ഈ ഒരു പോസ്റ്റിൽ കഴിയും എന്നുള്ളത് അടിസ്ഥാനപരമായിട്ടൊരു യാഥാർത്ഥ്യമാണ്. പിന്നീട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഏതൊരു പോസ്റ്റിലാണെങ്കിലും കംഫർട്ടബിൾ ആയിട്ട് ചോദ്യം വരുന്നത് വളരെ കുറവായിട്ടുള്ള ഒരു മേഖല കൂടിയാണ് ഇതിന്റെ ബേസ് ലെവൽ ജോലികൾ. എന്നാൽ അത്യാവശ്യം സാലറി ലഭിക്കുകയും ചെയ്യും. നമുക്ക് സാലറി സ്കെയിലിലേക്ക് പോയി കഴിഞ്ഞാൽ സാലറി തുടക്കത്തിൽ 27,200 രൂപയും 73,600 രൂപ മാക്സിമം സാലറിയും കിട്ടുന്ന ഒരു പോസ്റ്റാണ്. ഇതിൽ തന്നെ മനസ്സിലാക്കേണ്ടത് 73,600 രൂപ സാലറി വാങ്ങുന്ന പല ഉദ്യോഗസ്ഥരും ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. അതിൽ പലരും എന്ത് ചെയ്തില്ല, പ്രൊമോഷൻ എന്ന് പറയുന്നത് ബോധപൂർവ്വം സെലക്ട് ചെയ്യാതെ അതായത് അവരുടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ തന്നെ ജോലി ചെയ്തിരിക്കുന്ന പല ആൾക്കാരെയും നമുക്ക് കാണാൻ കഴിയും. കാരണം പ്രൊബേഷന് ശേഷം ഒരു എംപ്ലോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എല്ലാ തരത്തിലുള്ള പ്രൊട്ടക്ഷനും ലഭിക്കും എന്നുള്ളൊരു സത്യമാണ്. അതിന്റെ ഒരു ബെനിഫിറ്റ് നമുക്കും കിട്ടും എന്ന് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇനിയും ഇവിടെ ഇത് കൂടാതെ സർവീസിലിരിക്കുന്ന ഓരോരുത്തർക്കും കിട്ടുന്ന എല്ലാ അലവൻസുകളും നിങ്ങൾക്കും ലഭിക്കുന്നതാണ് എന്നുകൂടി ഓർക്കേണ്ടതാണ്. പലപ്പോഴും ഈ ഒരു ഓപ്പറേറ്റർ പോലുള്ള പോസ്റ്റിലാണ് നിങ്ങൾ നിയമിതരാകുന്നതെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് അതാത് സ്ഥലങ്ങൾ, അതായത് നിങ്ങളുടെ വീടിനടുത്തുള്ള സ്ഥലങ്ങളിൽ തന്നെ നിയമനങ്ങൾ കിട്ടാനുള്ള, അതായത് നിങ്ങളുടെ വീടിനടുത്തുള്ള വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടത് ചിലപ്പോൾ നിങ്ങളുടെ ജില്ലയിൽ തന്നെ നിയമനങ്ങൾ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ അലവൻസുകൾ മുഴുവൻ നിങ്ങൾക്ക് തന്നെ കിട്ടും എന്നുള്ളതൊരു സത്യസന്ധമായൊരു കാര്യമാണ്. ഇനി ഈ ഒരു പോസ്റ്റിൽ കയറുന്ന ഒരു സാധാരണക്കാരന്റെ പ്രൊമോഷൻ, അതായത് നിങ്ങൾക്ക് ITA മാത്രമാണ് യോഗ്യത, മറ്റൊരു യോഗ്യതയുമില്ല, അതായത് അടിസ്ഥാന യോഗ്യത മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന പോസ്റ്റുകളാണ്. ഓപ്പറേറ്റർ എന്നൊരു പോസ്റ്റിൽ കയറി അടുത്തത് സീനിയർ ഓപ്പറേറ്റർ, അസിസ്റ്റന്റ് പമ്പ് ഓപ്പറേറ്റർ എന്ന് പറയുന്ന അടുത്ത ലെവലിലേക്ക് പോകും. അടുത്തത് ഫോർമാൻ അല്ലെങ്കിൽ സൂപ്പർവൈസർ എന്ന് പറയുന്നൊരു ലെവലിലേക്ക് പോകും. ഇവിടെ നിന്ന് അടുത്ത പോസ്റ്റിലേക്ക് പോകുമ്പോൾ തന്നെ നിങ്ങളുടെ പേ സ്കെയിൽ മാറും എന്നൊരു സത്യമാണ്. അങ്ങനെ 3 പോസ്റ്റിലേക്ക് പോകുമ്പോഴും ഒരു ITക്കാരനെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്ന ഏറ്റവും നല്ല പോസ്റ്റുകളിലേക്ക് അയാൾ എത്തും എന്നുള്ളത് പരമമായൊരു സത്യമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ലക്ഷ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് സാധാരണ ഒരു ITA ലെവലിൽ വരുന്ന ഒരു ഉദ്യോഗാർത്ഥിയുടെ മുമ്പിലുള്ള ഒരു ടാർഗറ്റ്. എന്നാൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്ന ITക്ക് മുകളിൽ യോഗ്യതയുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ BTech, ഈ 2 പോസ്റ്റിലുള്ളവർക്കും 2 വ്യത്യസ്തങ്ങളായുള്ള പ്രൊമോഷൻ സാധ്യതകളാണ് ഇവിടെ വരുന്നത്. അതായത് ഇവർക്ക് ഡിപ്പാർട്ട്മെന്റൽ എക്സാമുകൾ എഴുതാനുള്ള അവസരങ്ങൾ വരും. അതിൽ തന്നെ BTechകാർക്കാണ് ഏറിയ കൂറം കിട്ടുന്നത്. അതിൽ തന്നെ AE പോലുള്ള എക്സാമിനേഷന് പ്രത്യേക നോട്ടിഫിക്കേഷൻ വിളിക്കും. അതായത് KSEBയിലും മറ്റ് ഡിപ്പാർട്ട്മെന്റിലും ഒക്കെ ഡിപ്പാർട്ട്മെന്റൽ എക്സാം എന്ന രീതിയിൽ കേരള PSC വിളിക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ഡിപ്പാർട്ട്മെന്റൽ എക്സാമിനേഷനിൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന എല്ലാവരെയും അവർ ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എടുക്കും എന്നുള്ളൊരു ഏറെക്കുറെ ഉറപ്പുള്ളൊരു കാര്യമാണ്. രണ്ടാമത് അത് ഏറ്റവും വലിയൊരു കാര്യം മത്സരമാണ്. സാധാരണ ഇതിൽ നമുക്കറിയാം, ഒരു PSC എക്സാമിനേഷന് വേണ്ടി നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ മത്സരിക്കുമ്പോൾ നമ്മുടെ സ്ഥാനം പലപ്പോഴും വളരെ വിദൂരമായിരിക്കും. എന്നാൽ നിങ്ങൾ ഒരു ഡിപ്പാർട്ട്മെന്റൽ എക്സാമിനേഷൻ എഴുതുമ്പോൾ, അതായത് ഈ ഒരു പോസ്റ്റിൽ നിന്നൊക്കെ ഡിപ്പാർട്ട്മെന്റൽ എക്സാമിനേഷനിൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ മത്സരിക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് വളരെ കുറച്ച് എഫേർട്ട് ഇട്ട് ദിവസത്തിൽ വളരെ കുറച്ച് എന്തെങ്കിലും സമയം പഠിക്കാൻ മാറ്റി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ കഴിയും.
നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുക എന്ന് മാത്രം നമ്മൾ ലക്ഷ്യം വെച്ചാൽ മതി. മറ്റു പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുക എന്നായിരിക്കില്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കും? ടോപ്പിലെത്തിയെങ്കിൽ മാത്രമേ നിയമനം നടക്കുള്ളൂ. ഇവിടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ പോലും നിങ്ങൾക്ക് നിയമനം നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഡിപ്പാർട്ട്മെന്റൽ എക്സാം എഴുതി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ഇൻഡയറക്ട് വേയിലൂടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന ഗസറ്റഡ് പോസ്റ്റിലേക്ക് എത്താനുള്ള ഒരു മാർഗ്ഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ബിടെക് മേഖലയിലുള്ള ഡിപ്ലോമ മേഖലയിലുള്ളവരും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കണം. ഇനിയും ഡിപ്ലോമ ലെവലിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എ ലെവൽ അല്ലെങ്കിൽ ബിടെക് യോഗ്യതയായിട്ട് വരുന്ന പോസ്റ്റുകൾക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. എന്നാൽ മറിച്ച് അതിന് താഴെ വരുന്ന പോസ്റ്റുകളിലേക്ക്, അതായത് ഡിപ്ലോമ അടിസ്ഥാന യോഗ്യതയായിട്ട് വരുന്ന പോസ്റ്റുകളിലേക്ക് എന്ത് ചെയ്യാം? അപേക്ഷിക്കാൻ പറ്റും. അതും അത്യാവശ്യം സാലറി ലഭിക്കുന്ന ഏതാണ്ട് ഒരു ഓവർസിയർ ലെവലിന് സമാനമായിട്ടുള്ള പോസ്റ്റുകളിലേക്കൊക്കെ നിയമനം കിട്ടുന്നതിന് അത് ഇടയാക്കും. അവിടെ ഇരുന്ന് പ്രൊമോഷൻ കിട്ടി നിങ്ങൾക്ക് റിട്ടയർമെന്റ് സമയത്തേക്ക് നിങ്ങൾക്ക് എ പോലെയുള്ള പോസ്റ്റുകളിൽ എത്താനും കഴിയുമെന്നത് ഒരു പ്രധാനപ്പെട്ട പ്രോബബിലിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു പോസ്റ്റിന് വേണ്ടിയുള്ള എഫർട്ടുകൾ ഇടുക. ഡിപ്ലോമക്കാർക്കും ബിടെക്കുകാർക്കും ഈ ഒരു പോസ്റ്റിന്റെ ഡെസിഗ്നേഷൻ ചെറുതാണ് എന്ന് കരുതി അപേക്ഷിക്കാതിരിക്കരുത്. തീർച്ചയായിട്ടും അപേക്ഷിച്ചാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബെനിഫിറ്റ് കൂടി ലഭിക്കുമെന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇനി പറയാനുള്ളത് പഠനത്തിന്റെ കാര്യമാണ്. ഈ എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മാത്രമല്ല നിലവിൽ PSC യുടെ ഒരു പഠന രീതി അല്ലെങ്കിൽ ഒരു എക്സാമിനേഷൻ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരുന്നതും എക്സാം നടക്കുന്നതും നമ്മളുടെ ദൂരം ഏറെക്കുറെ 3 മുതൽ 6 മാസം വരെയാണ്. അപ്പോൾ മതിയായ സമയം കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല എന്നതുള്ളതുകൊണ്ട് നോട്ടിഫിക്കേഷൻ വരുമെന്ന് ഉറപ്പുള്ളൊരു പോസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇപ്പോൾ തന്നെ പഠനം തുടങ്ങിയാൽ നോട്ടിഫിക്കേഷൻ വന്ന് തയ്യാറെടുപ്പുകളാകുമ്പോഴേക്കും നമുക്ക് മുൻവർഷ ചോദ്യപേപ്പറുകളും ഒപ്പം തന്നെ സാധാരണ ചോദ്യപേപ്പറുകളൊക്കെ വർക്കൗട്ട് ചെയ്ത് നമുക്കൊരു പ്രോ ലെവൽ എക്സാമിനേഷൻ അപ്രോച്ച് ചെയ്യാൻ പറ്റും. മാത്രമല്ല മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു പോസ്റ്റിലേക്ക് ഏതാണ്ട് 600-ലധികം നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റാണ്. ഇനിയും ഇത്തരത്തിൽ തന്നെ നിയമനങ്ങൾ നടക്കുമെന്ന് ഉറപ്പുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് തയ്യാറെടുപ്പ് തുടങ്ങാം. ഇതിന്റെ കോഴ്സ് ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനും കൂടുതൽ അറിയുന്നതിനുമായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ഈ നൽകിയിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.